അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മോര് കാച്ചിയതായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ മൺകുടുക്കയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മൺകുടുക്കയ്ക്ക് മോര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മോര് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ തൈര് മോരാക്കിയതാണ് കേട്ടോ. മിക്സി ജാറിൽ അരച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ മോര് അരച്ചെടുത്ത ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതും 2-3 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകമാണ് കേട്ടോ. നമുക്കതൊക്കെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. നമ്മൾ നേരത്തെ മോര് വെച്ചിരുന്നല്ലോ, അതൊക്കെ ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇല്ലിമെന്ന് ഊരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അച്ചയൊക്കെ ഇട്ടാൽ മതി കേട്ടോ. നമുക്കിതിലേക്ക് പൊടി കലക്കി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കട്ടയില്ലാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. നല്ല പേസ്റ്റ് പോലെ കിട്ടണം കേട്ടോ. നമുക്ക് ഈ മോരിക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലാതെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുലുക്കി ഒഴിക്കട്ടെ ഈ മോരിക്ക്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി കലക്കിയെടുത്തതില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ. ഈ അരിപ്പൊടി കലക്കിയത് ഒഴിക്കുന്നത് മോര് കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം വെള്ളം വേണം അത് അത്രത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എൻ്റെ നാട്ടിലൊക്കെ ഇതിലേക്ക് മോരിന് പകരം പുളി പിഴിഞ്ഞ് വയ്ക്കുക കേട്ടോ ചെയ്യല്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിതിലേക്ക് മോരാണ് ഒഴിച്ചു കൊടുക്കുക എന്ന് അറിഞ്ഞത് കേട്ടോ. ഏതായാലും രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചില നാട്ടിലൊന്നും ഇത് അറിയില്ല എന്ന് തോന്നണു കേട്ടോ. ചിലവരൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല എന്നാണ് പറയല്. ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ ബീഫൊക്കെ കിട്ടണം. നല്ല വെറും ചോറും ബീഫും ഈ മോര് കറി ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.